ശ്രീ ശ്രീജിത്ത് പണിക്കർ, നമ്മൾ വി ആർ പുട്ടിങ് ഓൾ ദ വെയിറ്റ് ബിഹൈൻഡ് വി ഡി സതീശന്. എല്ലാ പ്രതീക്ഷകളും വി ഡി സതീശൻ എന്ന വ്യക്തിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. കാരണം അത് പരിസ്ഥിതിയുടെ കാര്യത്തിലാകട്ടെ, പുതുതലമുറയോട് സംവദിക്കുന്ന കാര്യത്തിലാകട്ടെ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളിൽ കൊണ്ടുവരേണ്ട മാറ്റത്തെക്കുറിച്ചാകട്ടെ, ഭാഷാ ശൈലിയാകട്ടെ, ഭരണശൈലിയാകട്ടെ, ഇതിലൊക്കെ തന്നെ ഒരു പൊളിച്ചെഴുത്ത് വി ഡി സതീശൻ എന്ന വ്യക്തി മുഖ്യമന്ത്രിയാകുന്നതിലൂടെ സംഭവിക്കും എന്ന ഒരു പ്രതീക്ഷ നമ്മൾ വെച്ച് പുലർത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റു 3 പേരും ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നമുക്കറിയാം, ഇതൊരു കൂട്ടുകക്ഷി ഭരണമാണ്. ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് UDF നയങ്ങളാണ്. അത് നടപ്പാക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൻ്റെ വി ഡി സതീശൻ തന്നെ ഒരു അഭിമുഖത്തിൽ, ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഭരണപരിചയവും അനുഭവ സമ്പത്ത് എന്നതിനേക്കാളൊക്കെ അപ്പുറം പുതിയ തലമുറയോട് സംവദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഷയും കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഉണ്ടാവുകയാണ് ഒരു നേതാവിന് വേണ്ടതെന്നാണ്. അതൊക്കെ ഭരണയന്ത്രം തിരിക്കുമ്പോൾ പ്രായോഗിക തലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ശ്രീജിത്ത് പണിക്കർ കരുതുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, ഇന്നൊരു വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അത് മഹിളാ മോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധമാണ്. അതായത് വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര മെയ് 15 മുതൽ ഉണ്ടാകുമെന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്ന ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം നടന്നത്. നമുക്കറിയാം, സർക്കാർ പോലും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അതിനു മുൻപേ വാഗ്ദാനം പാലിച്ചില്ല എന്ന് പറഞ്ഞൊരു പ്രതിഷേധവും ഉണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി കാണൂ എൻ്റെ ഈ ചോദ്യത്തെ ശ്രീജിത്ത് പണിക്കർ. ശ്രീ ഗോപി, ആദ്യമേ തന്നെ പറയട്ടെ, മഹിളാ മോർച്ചയുടെ ആ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ആർക്കെതിരെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലോജിക്ക് അവരുടെ ആ സമരത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ആൾക്കാരെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ അതിനെ ഒരു കോമാളിത്തം എന്ന രീതിയിലത്തേക്ക് പുച്ഛിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. മെയ് 15 തീയതിയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു സർക്കാർ രൂപീകൃതമായിട്ടുണ്ടോ, നിങ്ങൾ ആർക്കെതിരെയാണ് സമരം നടത്തുന്നത് എന്നതിനെക്കുറിച്ച് മഹിളാ മോർച്ചയുടെ നേതാക്കൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. കാരണം കേരളത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിനെതിരെയാണോ അവർ സമരം നടത്തുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം നോക്കൂ, ഈ പ്രതീക്ഷയുടെ അമിത ഭാരം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അധിക ബാധ്യതയായി മാറുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ശ്രീ വി ഡി സതീശന് വളരെ കൃത്യമായിട്ട് ഈ സമയത്ത് അറിയാവുന്നത് അദ്ദേഹത്തിന്റെ ചുമലിലുള്ള എക്സ്പെക്ടേഷന്റെ വെയിറ്റ് എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അതിന്റെ കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഈ ഭരണമാറ്റം സംഭവിക്കുന്ന അവസാനത്തെ 5 വർഷത്തിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹമാണ്. അപ്പൊ ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് എങ്ങനെ ഒരു മികച്ച ഭരണാധികാരി ആയിരിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് കടമെടുക്കാനുള്ള ചില മികച്ച മാതൃകകൾ അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ പിണറായി വിജയൻ എന്ന ഒരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു എന്നതും അദ്ദേഹത്തിന്റെ മാർഗങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്നതുകൊണ്ടും അതിനെതിരെ നിരന്തരം കലഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ വി ഡി സതീശൻ എന്നതുകൊണ്ടും ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ശ്രീ വി ഡി സതീശൻ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മികച്ച മാതൃക എന്ന് ഞാൻ പറയുമ്പോൾ അത് എമുലേറ്റ് ചെയ്യാവുന്ന ഒരു മോഡൽ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ശ്രീ പിണറായി വിജയൻ എങ്ങനെ പ്രവർത്തിച്ചോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ഇപ്പോൾ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം തുടരാനായിട്ട് അദ്ദേഹത്തിന് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഭരണത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ധൂർത്ത്, ധാർഷ്ട്യം എന്നിങ്ങനെയുള്ള 2 കാര്യങ്ങൾക്കാണ് ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാർ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്. അതിനെ ഒഴിവാക്കിയാൽ തന്നെ അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയുണ്ടാകും. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം തീരുമാനങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു വലിയ വാഹന വ്യൂഹമൊന്നും തന്നെ ആവശ്യമില്ല. വളരെ മിനിമലായിട്ട് അത് കീപ്പ് ചെയ്താൽ മതി. വാഹനം പുതുതായിട്ട് വാങ്ങുന്നില്ല. ഉള്ള വാഹനങ്ങളിൽ ഒന്നിനെ റീയൂസ് ചെയ്യാൻ തുടങ്ങിയ വളരെ അനുകരണീയമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ അങ്ങനെ പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർ, മന്ത്രിസഭയിലുള്ള മറ്റ് മന്ത്രിമാരാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് കോർപ്പറേഷനുകൾ, ഇതിനൊക്കെ വരുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇത് തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിന്റെ സ്പെൻഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ധാർഷ്ട്യം, പല ആൾക്കാരും അദ്ദേഹത്തിന് ഒരു മിനി പിണറായി എന്ന രീതിയിലത്തേക്കൊക്കെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും അദ്ദേഹം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറ്റവും സൗമ്യമായിട്ടുള്ള ഇടപെടലാണ് കാണിക്കുന്നത്. അത് സ്വന്തം പക്ഷത്തുള്ള ആൾക്കാരോട് മാത്രമല്ല, കലഹിച്ചു നിന്നിരിക്കുന്ന ആൾക്കാരോടാണെങ്കിലും അതേപോലെ തന്നെ എതിർപക്ഷത്തുള്ള ആൾക്കാരോടാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം വലിയൊരു മനുഷ്യത്വം, വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ഞാനതിൽ ശ്രദ്ധേയമായിട്ട് കാണുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ട് നിയുക്തനായിരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ വസതിയിൽ ചെന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ സർക്കാരിന്റെ നയങ്ങളെ തുടരുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതില്ലെങ്കിൽ കേരളമില്ല.
അതിൽ ഞങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ വിമർശിച്ചിട്ടുണ്ടോ അതിൽ വേണ്ടുന്ന കറക്ഷൻസ് വരുത്തിയതിനു ശേഷം ആ പദ്ധതിയെ കൊണ്ടുപോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള പ്രശ്നങ്ങളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും. സർക്കാർ എന്ന് പറയുന്ന ഒരു ഭരണ തുടർച്ചയാണ്. അതല്ലാതെ ഒരു ഇമേജ് സൃഷ്ടിക്കലിന് വേണ്ടിയിട്ട് കാര്യങ്ങളെയും റദ്ദാക്കിക്കൊണ്ട് ഒന്നിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് പ്രായോഗികമേ അല്ല എന്ന കാര്യത്തിനെ കുറിച്ച് വളരെ കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാൾ സെൻസിബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുക, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. അത്താഴ പട്ടിണിക്കാരനായിരിക്കുന്ന ഒരാളിന്റെ വീട്ടിലേക്ക് ചെന്ന് അവന്റെ അടുക്കളയിൽ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് മാറി നിൽക്കുക, ഇത് വികസനമാണെന്ന് പറയുക എന്നുള്ളതല്ല ശരിയായിട്ടുള്ള വികസനം, അതല്ല ജനഹിതം എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഭരണാധികാരിക്ക് കഴിയുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ ജയിച്ചു എന്നാണ് അതിനർത്ഥം. പക്ഷെ എന്ന് കരുതി ഈ ഭരണത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമുള്ള അതേ ആഹ്ലാദം ആ ഒരു ക്യാമ്പിൽ എല്ലാ സമയത്തും നിലനിൽക്കുമെന്നോ ഉള്ള ഒരു അർത്ഥമില്ല. കാരണം കഴിഞ്ഞ സർക്കാർ അദ്ദേഹത്തിന് പിണറായി വിജയന്റെ സർക്കാർ ശ്രീ വി ഡി സതീശന്റെ സർക്കാരിന് ഗിഫ്റ്റ് ചെയ്യുന്നത് തന്നെ പൂച്ച പെറ്റുകിടക്കുന്ന ഒരു ഖജനാവാണ്. നമുക്കറിയാം, നമ്മുടെ വരുമാനം, തനത് വരുമാന മാർഗങ്ങളെല്ലാം തന്നെ മാത്രം ഉപയോഗിച്ച് നമ്മൾ സ്റ്റേറ്റ് ഓടിക്കുകയാണെങ്കിൽ 6 മാസം കഷ്ടിയായിരിക്കും നമ്മൾ ഓടിക്കുക. ബാക്കി കാര്യത്തിന് നമ്മൾ കടമെടുക്കും, കേന്ദ്രത്തിനെ ആശ്രയിക്കേണ്ടി വരും, പ്രത്യേക പദ്ധതികൾ വേണം, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഏജിങ് പോപ്പുലേഷൻ ഉള്ളപ്പോൾ അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതിനായിട്ടൊരു മന്ത്രാലയം തന്നെ വരുമെന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് എങ്ങനെയാണ് നമ്മുടെ പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുക? ഒപ്പം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ പണം കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടി, ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് എങ്ങനെ പണം കണ്ടെത്തും എന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ വിമർശനം ഈ 5 വർഷവും കേൾക്കാൻ പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയ രീതിയിലത്തേക്കുള്ള ഒരു വ്യത്യാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാകും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മഹിളാ മോർച്ചയുടെ മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് പോലും സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ന് അവർക്ക് ആ പ്രതിഷേധം നടത്താമെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം അന്ന് വൈകുന്നേരം തന്നെ വേണമെങ്കിൽ അവർക്ക് ആ പ്രതിഷേധം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. കാരണം സർക്കാർ വന്നു, എന്തുകൊണ്ട് ആദ്യം ഈ ഫയലിൽ ഒപ്പിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. കാരണം നമ്മൾ ഈ അടുത്തിടെ കാണുന്നുണ്ട്, ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾക്കാണ് അന്നത്തെ ദിവസം തന്നെ അവർ അപ്രൂവൽ കൊടുക്കുന്നത്, മുഖ്യമന്ത്രി ഇത് സൈൻ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് പണമാണ്, നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും പണമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ കേന്ദ്രവും കേരളവുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ കുറേയധികം വെല്ലുവിളികൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.